നമ്മൾ അവലോസുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ പച്ചരി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുറേശ്ശെയായിട്ട് മിക്സിയിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടി ചെറിയ തരിയോട് കൂടിയാട്ടോ പൊടിച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് ചിരകി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. 1 കിലോ അരിക്ക് 1 തേങ്ങ എന്നുള്ള കണക്കാണ് അവലോസ് പൊടി വറുക്കുന്നതിന് പറയുന്നത്. നമ്മൾ ആദ്യം അവലോസ് പൊടി വറുത്തതിന് ശേഷം കേട്ടോ അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ അരിയാട്ടോ എടുത്തേക്കുന്നത്. അതിന് ഞാൻ ചേർത്തേക്കുന്നത് ഒരു ചെറിയ തേങ്ങ ആയത് കാരണം ഫുള്ളും ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും അരിപ്പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു 20 മിനിറ്റ് ശേഷം നമുക്ക് ആ പുട്ടിന് പൊടി നനയ്ക്കുന്ന രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചൂട് കട്ടിയുള്ള പാത്രം, ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് പൊടി മാറ്റിയ ശേഷം അടുപ്പത്ത് വെച്ച് കൈ എടുക്കാതെ നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. ആദ്യം ഞാനിവിടെ തീ കൂട്ടിയിട്ടിട്ടു, പിന്നെ തീ കുറച്ചിട്ടിട്ടു കേട്ടോ ആക്കിയെടുത്തേക്കുന്നത്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ എളുപ്പം ചോട്ടി പിടിക്കും കേട്ടോ. അരിപ്പൊടി ആയത് കാരണമാണ്. നമ്മുടെ പൊടി കളറ് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇളക്കാൻ, ഇല്ലെങ്കിൽ എളുപ്പം ചോട്ടി പിടിക്കാൻ തുടങ്ങുമേ. നന്നായി ഇളക്കി ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വാങ്ങാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അവലോസ് പൊടി വറുത്ത് വെച്ചതായേ. നമുക്കിത് എത്ര നാൾ വേണേലും ടിന്നിൽ അടച്ച് സൂക്ഷിക്കാം കേട്ടോ. അവലോസ് പൊടി വറുത്തതിനെ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പൊടിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടി വറുത്ത് ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ശർക്കരപ്പാവ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായി ഇളക്കി ഒരു നൂൽ പരുവാവുന്ന വരെ വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ ശർക്കരപ്പാവിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉണ്ട പിടിക്കുമ്പം അത് കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയാട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് അവലോസ് പൊടി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് കുറേശ്ശെ ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, പിന്നെ കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പൊടി ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കത് പറ്റി ശർക്കരപ്പാനി മുഴുവൻ പിടിച്ചേച്ച് കിട്ടും കേട്ടോ. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടിന് തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊടി മാറ്റി വെച്ചതിലും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാവേ. ചൂട് ആറിപ്പോകാതെ തന്നെ നമ്മളത് ഉരുട്ടിയെടുക്കണം കേട്ടോ, എങ്കിലേ അത് ഉറപ്പായിട്ട് ഇരിക്കുവുള്ളേ. ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ സ്റ്റൗവിൽ കൊണ്ടുവച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് വീണ്ടും ഉണ്ട പിടിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ബാക്കി വന്ന പൊടി ഞാൻ ആ ഉണ്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമയം എല്ലാം വലിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.